ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആട്ടോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ലീവാണ്. അപ്പം ഞങ്ങൾ തലേന്ന് തന്നെ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ട് അവർ വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പം ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ എണീച്ചിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരുവിധം പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാ പണികളും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ വിറക് പണിക്ക് തിരിഞ്ഞു. വിറക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിറകുണ്ട്. അപ്പോൾ വിറകൊക്കെ ഒരുവിധമൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞാൻ അതിൽ മുഴുകിയിരുന്നു. പിന്നെ കുഞ്ഞാറ്റ ട്യൂഷന് ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് ട്യൂഷൻ അവധി ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ ട്യൂഷന് കൊണ്ടാക്കി ഇനി അവളെ ഉച്ചയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ 3 പേരും മാത്രമേ പോന്നിട്ടുള്ളൂ. സജുവേട്ടല്ല കേട്ടോ. സജുവേട്ടനെ സൺഡേ ഒഴിഞ്ഞ് കിട്ടാറില്ല. വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോൾ ഇല്ലാത്ത പണികളൊന്നും ഉണ്ടാവില്ല. അധികം സൺഡേയിൽ നേരെ വെളുക്കുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ സജുവേട്ടനില്ലാത്ത കുറവ് എന്ന് പറഞ്ഞാൽ ചില്ലറ കുറവൊന്നുമല്ല. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതല്ലേ, വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ ഒഴിവാക്കിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൂടി വൈകുന്നേരം വരെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. പിന്നെ കുഞ്ഞാറ്റേനെ കൊണ്ടുവരാനുള്ള ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് പോയിട്ടോ. അപ്പോൾ ചേച്ചി വരുന്നതും കാത്തിട്ട് രണ്ടുപേരും കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ കളിക്കാനുള്ള അവസരം വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. അപ്പോൾ അത് അവർ മുതലാക്കാറുണ്ട്. അപ്പോൾ ചേച്ചി വരുന്നതും കാത്ത് അവർ വഴിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോഴും വരുമ്പോഴും അതേ ഇരിപ്പ് തന്നെയായിരുന്നു അവിടെ. അപ്പോൾ ചേച്ചീനെ കണ്ടപ്പോഴേക്ക് ഭയങ്കര ഹാപ്പിയായി. രണ്ടുപേരും വന്ന് ചേച്ചീനെ കൊണ്ടുപോയിട്ട് അവർ 3 പേരും പിന്നെ കളിക്കാൻ ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാതും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുക്കളയിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ പിന്നെ അപ്പോഴേക്കും എല്ലാവരും വന്നിരുന്ന് എല്ലാവരും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ള 2 പേരും കൂടി തൊടിയിൽ ഇറങ്ങിയിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ. അവർ തന്നെ കളിക്കാൻ കിട്ടുന്ന അവസരം നല്ല മുതലാക്കും. കുറച്ച് നേരെ നല്ല രീതിയിലൊക്കെ കളിക്കുള്ളൂ. പിന്നെ ഭയങ്കര വികൃതിയാണ്. കുറേ നേരം കഴിഞ്ഞാൽ കരച്ചിലൊക്കെ കേൾക്കാം. അപ്പോൾ ഞങ്ങൾ ഒരു ആളെ അവരെ നോക്കാൻ തന്നെ നിൽക്കണം. അപ്പോൾ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി. അപ്പോൾ അനിയത്തിൻ്റെ മോന് ഭയങ്കര സങ്കടമായിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, അവന് ഭയങ്കര സങ്കടമായിരിക്കും ഞങ്ങൾ ഇറങ്ങണ ടൈമിൽ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.